പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകൻ്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനും ആയിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കും. എത്രയോ മഹത്തായ ദൈവവചനം. പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി പറയുക. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിൻ്റെ അടിസ്ഥാനവും കൂടിയാണിത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ക്രിസ്ത്യാനിയുടെ ഇടയിൽ പാവപ്പെട്ടവരുണ്ട്. ആ പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെയാണ്? ഈ കാലഘട്ടത്തിൽ പാവപ്പെട്ടവനെ കണ്ടാൽ മൈൻഡ് ചെയ്തില്ല. പാവപ്പെട്ടവനെ കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ചു കളയും. കാരണം അവന് വല്ല സഹായം ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിലോ അത് വിചാരിച്ച. അതേസമയം സമ്പന്നനെ മൈൻഡ് ചെയ്താലോ പോക്കറ്റിലേക്ക് വല്ലതും വീഴും, വല്ല സംഭാവനയൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വാഹനം മേടിച്ചു കൊടുത്തുന്നിരിക്കും, അല്ലെങ്കിൽ അതുപോലെ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്തുന്നിരിക്കും. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണമേ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിലേക്കാണ് നോക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് നോക്കാറില്ല. നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ കാര്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പലപ്പോഴും പല ഉന്നതമായ സ്ഥലങ്ങളിൽ കാണുന്ന ഒരു രംഗമാണ്. പാവപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് അവരെ പറഞ്ഞയക്കും. സമൂഹത്തിലെ ഉന്നതന്മാർ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ എത്ര മണിക്കൂർ സമയം വേണമെങ്കിലും കൊടുക്കുന്ന കൗൺസിലേഴ്സ് ആകാം. അതുപോലെ തന്നെ ഉന്നതന്മാരായ വ്യക്തികളുണ്ട്. പാവപ്പെട്ടവനെ മൈൻഡ് ചെയ്യത്തില്ല. വേണ്ടി വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ ഒരാളെ കൂട്ടാനൊക്കെ ആയിട്ട് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് അവനെ ആക്കും. അപ്പോൾ പാവപ്പെട്ടവനിൽ നിന്ന് അവൻ്റെ വാക്ക് അവൻ്റെ ഹൃദയത്തിൻ്റെ വേദന പറയാനായിട്ടായിരിക്കും. അവൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും. അവനെന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ മുമ്പിലൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കാൻ പറ്റാത്ത വേദന നിറഞ്ഞ, ഭാരം നിറഞ്ഞ വലിയൊരു ചുമടുമായിട്ടായിരിക്കാം ഒരു പാവപ്പെട്ടവൻ വന്ന് നിൽക്കുന്നത്. അവൻ്റെ വാക്ക് ശ്രദ്ധാപൂർവം കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടെ നാം മറുപടി പറയുമ്പോൾ അതവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറ്റപ്പെടും. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളോടുള്ള വൈരാഗ്യമാകാം. ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് പീഡനമേറ്റ ആ ഹൃദയത്തിൻ്റെ വേദനവുമായിട്ടായിരിക്കാം. മറ്റൊരു പക്ഷേ ആത്മഹത്യയുടെ വക്കിലാകാം. എന്ത് ചെയ്യണമെന്നറിയാതെ കൊണ്ട് വിഷമിച്ചായിരിക്കാം ഒരു പാവപ്പെട്ടവൻ, പ്രിയ സഹോദര, നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ അവനെ തള്ളി നീക്കിയാൽ, ഞാൻ അവനെ മാറ്റിവിട്ടാൽ, അവൻ്റെ വാക്ക് ശ്രദ്ധിക്കാതെ അവനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കുത്തുവാക്ക് പറഞ്ഞ് അവനെ മൈൻഡ് ചെയ്യാതെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവൻ പോയി ആത്മഹത്യ ചെയ്താൽ ആ ആത്മഹത്യയ്ക്ക് ഉത്തരവാദി പറയപ്പെട്ട നേതാവായിരിക്കും. അത് കൗൺസിലർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അധികാരി ആയിക്കോട്ടെ. ഇന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല അധികാരികളും പലതരത്തിലുള്ള കേസിൻ്റെ മുമ്പിലും ദൈവത്തിന് മുമ്പിൽ സമാധാനം പറഞ്ഞിട്ട് വരും. പല അധികാരികളും മൈൻഡ് ചെയ്യാതെ വഴക്കം പറഞ്ഞിറക്കിവിട്ട പല വ്യക്തികളും പോയി ആത്മഹത്യ ചെയ്തിട്ട ചരിത്രങ്ങളുണ്ടാകാം. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെ വിശ്വാസം ത്യജിച്ച് വലിച്ചെറിഞ്ഞ് പോയിട്ടുള്ള വ്യക്തികളുണ്ടാകാം.
ആ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പോലും മുഖം തിരിച്ചു പോയ വ്യക്തികളുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരു കാര്യം ചെയ്യണമേ. എത്ര വലിയ ഉന്നതനായിക്കോട്ടെ, എത്ര വലിയ ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിയായിക്കോട്ടെ, ഒരുപക്ഷെ ഒത്തിരി പേര് വടിയും കൊടിയൊക്കെ പിടിച്ച് ആദരിക്കാനും ഒക്കെ പോകുന്ന വ്യക്തിയാകാം. വലിയ സെക്യൂരിറ്റി ഒക്കെയുള്ള വ്യക്തിയാകാം. പക്ഷേ താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങിയാൽ മാത്രമേ അവിടെ അനുഗ്രഹമായി മാറുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് സമാധാനത്തോടുകൂടെ സൗമ്യതയോടുകൂടെ അവന് മറുപടി നൽകുക. ഇന്ന് സൗമ്യതയ്ക്ക് പകരം പൊട്ടിത്തെറിക്കുന്ന വ്യക്തികളാണ് പലരും, പല നേതാക്കന്മാരും. നിനക്ക് അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ, നീ എന്തിനാ പണിക്ക് പോയത് എന്നും ചോദിച്ച് പൊട്ടിത്തെറിക്കുന്ന വ്യക്തികളുണ്ടാകാം. അതുപോലെ തന്നെ മർദ്ദകൻ്റെ കയ്യിൽ നിന്നും മർദ്ദിതനെ രക്ഷിക്കുക. അതില്ല. വേണ്ടി വന്നേരം മർദ്ദിക്കുന്നവൻ്റെ കൂടെ കൂടും. അവന് ചില സമ്പന്നനൊക്കെ ആണെങ്കിൽ അവൻ്റെ കൂടെ കൂടുകയുള്ളൂ. പാവപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ കൂടെ കൊടുത്തില്ല. പാവപ്പെട്ടവൻ്റെ കഴുത്തിലേക്ക് സംഗതി സകലതും എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അചഞ്ചലനായ ന്യായം വിധിക്കുക. ന്യായമായിരിക്കണം. രണ്ടുപേരുടെയും കേട്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള കാര്യമേ പറയാവുള്ളൂ. അതുപോലെ തന്നെ അനാഥർക്ക് പിതാവ്, അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കും. അനാഥർക്ക് പിതാവ്. നമ്മുടെ സമൂഹത്തിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അനാഥരായിട്ടുള്ളവർ, പാവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അവർക്കൊരു പിതാവാകണം. സ്നേഹത്തിലും ഉപദേശത്തിലും കാരുണ്യപ്രവൃത്തിയിലുമെല്ലാം ഒരു പിതാവായി മാറുമ്പോൾ കർത്താവ് അത്യുന്നതൻ്റെ പുത്രനെന്ന് തിരുസഭയിലെ ഓരോ മക്കളെയും വിളിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പാവപ്പെട്ടവൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകണമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, അനാഥർക്ക് പിതാവായി മർദ്ദകൻ്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പലതരത്തിലുള്ള പൈശാചിക പീഡകൾക്കും അടിമപ്പെട്ട് കഴിയുന്ന വ്യക്തികൾക്ക് അതിൽ നിന്നെല്ലാം മോചനം നൽകിക്കൊണ്ട് കർത്താവെ ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.